മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു 3 മണി സമയം. പട്ടണത്തിന് നടുവിലെ ചെറിയൊരു ബാങ്ക് ശാഖ. അകത്ത് ഫാനിന്റെ ശബ്ദവും മഴയുടെ ശബ്ദവും മാത്രം. കൗണ്ടറിന്റെ പിന്നിലായിട്ടായിരുന്നു വിവേകിന്റെ സീറ്റ്. അവൻ ആരോടും അധികം സംസാരിക്കാത്ത ആളായിരുന്നു. സഹപ്രവർത്തകർ പലപ്പോഴും പറയും, അവൻ ഒറ്റ മകനല്ലേ, അതുകൊണ്ട് അവൻ്റെതായ ഒരു ലോകത്ത് ജീവിക്കുകയാണ്. അവൻ ആരെയും ശ്രദ്ധിക്കാറില്ലായിരുന്നു. അവന്റെ ലോകമെന്ന് പറയുന്ന പുസ്തകങ്ങൾ മാത്രമായിരുന്നു. വിവേക് ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ച ആളാണ്. അച്ഛൻ രാമേന്ദ്രൻ, റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ. അമ്മ രശ്മി, വീട്ടമ്മ. ഒരു ദിവസം വിവേക് വീട്ടിൽ നിന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മ ചോദിച്ചു, എന്താ മോനെ നീ എപ്പോഴും ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? നിനക്ക് സുഹൃത്തുക്കളൊക്കെ കുറവാണോ? എനിക്കധികം സൗഹൃദമൊന്നും താല്പര്യമില്ല, 1 2 3 പേർ മതി, അവൻ അമ്മയോട് പറഞ്ഞു. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ, നിന്റെ ഇഷ്ടം. ആ ദിവസം ബാങ്കിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു. വിവേക് ക്യാബിന് വെറുതെ ഇരിക്കുവായിരുന്നു. വാതിൽ തുറന്നൊരു പെൺകുട്ടി അകത്തേക്ക് കടന്നു വന്നു. വയലറ്റ് നിറത്തിലുള്ള സൽവാർ, കയ്യിൽ ഒരു ഫയൽ. അവൾ ചുറ്റും നോക്കിയിട്ട് പതുക്കെ കൗണ്ടറിലേക്ക് നടന്നു. എക്സ്ക്യൂസ് മീ. വിവേക് പതുക്കെ തല ഉയർത്തി നോക്കി. പറയൂ, എന്താണ് ആവശ്യം? എനിക്കൊരു അക്കൗണ്ട് തുറക്കണം. അവളുടെ ശബ്ദം വളരെ മൃദുവായിരുന്നു. വിവേക് ഒരു ഫോം എടുത്ത് നീട്ടി. ഇത് ഫിൽ ചെയ്ത് തരൂ. അവൾ അവിടെ ഇരുന്ന് ഫോം ഫിൽ ചെയ്തു. പക്ഷെ ഒരു കോള ഒഴിച്ചാണ് വിവേകിന്റെ കയ്യിലേക്ക് ഫോം തിരികെ കൊടുത്തത്. വിവേക് പറഞ്ഞു, ഈ കോള ഫില്ല് ചെയ്തിട്ടില്ലല്ലോ. സോറി, അറിയാതെ വിട്ടുപോയതാണ്. സാരമില്ല, ഇവിടെ ഈ അഡ്രസ് ഡീറ്റെയിൽസ് കൂടി എഴുതിക്കോളൂ. ഞാൻ ഈ ഭാഗം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അവൻ അവളുടെ പേരെഴുതിയ കോളത്തിലേക്കൊന്ന് നോക്കി. ദീപ മാധവ്. അക്കൗണ്ട് തുറന്നതിന് ശേഷം അവൾ പറഞ്ഞു, താങ്ക്സ്. വിവേക് തലകുനിച്ച് പറഞ്ഞു, വെൽക്കം. അവൾ തിരിഞ്ഞു നടന്നു. അന്ന് ആദ്യമായിട്ട് കുറച്ചു സമയം വിവേക് ഒരാളെ നോക്കി നിന്നു. ആ ദിവസത്തിന് ശേഷം ദീപ ഇടയ്ക്കൊക്കെ ബാങ്കിൽ വരും. പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ, ചിലപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ. പതിയെ പതിയെ അവർക്കിടയിൽ ചെറിയ സംഭാഷണങ്ങളൊക്കെ തുടങ്ങി. ഒരു ദിവസം ദീപ ചോദിച്ചു, നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്? വിവേക് ചിരിയോടെ പറഞ്ഞു, എന്റെ അങ്ങനെ സീരിയസ് ക്യാരക്ടർ ഒന്നുമല്ല, പക്ഷെ ഞാൻ അധികം സംസാരിക്കുന്ന ആളല്ല. അതെയോ? എന്റെ സ്വഭാവം അതേപോലെ തന്നെയാണ്. എനിക്ക് ആരുടെ കൂട്ടത്തിലിരുന്നാലും ഒറ്റയ്ക്കിരിക്കുന്ന ഒരു ഫീലാണ്. അങ്ങനെ 1 വർഷത്തിന് ശേഷം പരസ്പരമുള്ള ഈ കണ്ടുമുട്ടലിലൂടെ അവർ ഫോൺ നമ്പർ കൈമാറി. ഇടയ്ക്കിടയ്ക്കുള്ള മെസ്സേജും കോളിലൂടെ അവർക്കിടെ ഒരു അടുപ്പമുണ്ടായി. പലപ്പോഴുള്ള ഈ സംസാരത്തിനിടെ അവർക്ക് മനസ്സിലായി അവരുടെ 2 പേരുടെയും ടേസ്റ്റുകൾ ഒരേപോലെയാണെന്ന്. സിനിമ, പുസ്തകങ്ങൾ, കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെ പോകുന്നു അവരുടെ ഇഷ്ടങ്ങൾ. മാസങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്തോറും അവർക്കിടയിലെ ബന്ധത്തിന്റെ ആഴവും കൂടി. പരസ്പരമുള്ള തുറന്നു പറച്ചിലുള്ള അവർക്കിടയിലെ ഇഷ്ടം വിവാഹ ബന്ധത്തിലൂടെ ഊട്ടി ഉറപ്പിക്കാമെന്നുള്ള തീരുമാനത്തിൽ അവർ എത്തിച്ചേരുന്നു. വിവാഹകാര്യം വീട്ടിൽ അവതരിപ്പിച്ച 2 വീട്ടിലും പ്രശ്നമായി. വിവേകിന്റെ അച്ഛൻ ദേഷ്യത്തോടെ പറഞ്ഞു, നിനക്ക് ഞങ്ങൾ കണ്ടുപിടിക്കുന്ന പെൺകുട്ടിയെ പോരെ, നീ എന്തിനാണ് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നത്? എനിക്ക് ദീപയെ തന്നെ കല്യാണം കഴിക്കണം. വിവേക് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. ദീപയുടെ വീട്ടിൽ ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇവർ പിന്മാറില്ല എന്നറിഞ്ഞപ്പോൾ 2 വീട്ടുകാരും വിവാഹത്തിന് സമ്മതിക്കുന്നു. വിവാഹത്തിന് ശേഷം അവരുടെ ജീവിതം വളരെ ലളിതമായിരുന്നു. ചെറിയ വീട്, കൂടുതൽ സന്തോഷം. അങ്ങനെ 1 വർഷത്തിന് ശേഷം അവർക്കൊരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് അവർ ഒരു തീരുമാനമെടുത്തു, നമുക്കിനി കുട്ടികളൊന്നും വേണ്ട, ഈ ഒരു മകൻ മാത്രം മതി. നമ്മുടെ മുഴുവൻ ശ്രദ്ധയും സ്നേഹവും ഇവന് കൊടുത്ത് മിടുക്കനായ ഒരു മകനാക്കി വളർത്തണം. നല്ല ബുദ്ധിമാനാക്കണം. എല്ലായിടത്തും അവനെ നമുക്ക് ഒന്നാമനാക്കണം. അങ്ങനെ അവർ ആ കുഞ്ഞിന് പേരിട്ടു, ആദിത്യൻ. അവർക്കറിയില്ലായിരുന്നു ആ ദിവസം മുതൽ അവർ അവരുടെ മകന് ചുറ്റും അദൃശ്യമായ ചുറ്റുമതിൽ പണിയാൻ തുടങ്ങിയതായി. ആദിത്യൻ ജനിച്ചതോടെ വിവേകിന്റെയും ദീപയുടെയും ജീവിതം മുഴുവനായും മാറി. അവരുടെ ലോകമെന്നത് ആദിയിലേക്ക് മാത്രമായി ചുരുങ്ങി. ആദി ചെറുതായിരുന്നപ്പോൾ തന്നെ അവർ അവനെ ശ്രദ്ധയോടെ വളർത്താൻ തുടങ്ങി. ആദി എല്ലാ കാര്യത്തിലും ഒന്നാമനാകണമെന്നായിരുന്നു വിവേകിന്റെയും ദീപയുടെയും ആഗ്രഹം. ആ ദിവസം മുതൽ അവരുടെ ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ തുടങ്ങി. ആദിക്ക് 3 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അവന്റെ ജീവിതം മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി തീർന്നിരുന്നു. അയൽവീട്ടിലെ കുട്ടികൾ രാവിലെ പുറത്ത് കളിക്കാൻ ഇറങ്ങുമ്പോൾ ആദിയുടെ മുന്നിലിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കുള്ള പുസ്തകങ്ങൾ, പസിലുകൾ, ബ്രെയിൻ ഗെയിമുകൾ, അങ്ങനെ പോകുന്നു. ഒരു ദിവസം അടുത്ത വീട്ടിലെ കുട്ടി വീട്ടിലേക്ക് വന്നിട്ട് ആദിയോട് പറഞ്ഞു, നീ പുറത്തോട്ട് വാ, നമുക്ക് അവിടെ പോയി ക്രിക്കറ്റ് കളിക്കാം. സന്തോഷത്തോടെ അവൻ കളിക്കാൻ ഇറങ്ങിയപ്പോൾ ദീപ പറഞ്ഞു, നീ ഇപ്പോൾ പോകണ്ട, ഈ പസിൽ പൂർത്തിയാക്കാനുള്ളതല്ലേ. അവൻ സങ്കടത്തോടെ തിരിച്ചു പസിൽ പൂർത്തിയാക്കാൻ തുടങ്ങി. ആദിയുടെ കൂട്ടുകാർ പറഞ്ഞു, നീ ഒരിക്കലും കളിക്കാൻ വരില്ലല്ലോ. അത് കേട്ടപ്പോൾ അവന്റെ മനസ്സിൽ ചെറിയൊരു വിഷാദം വന്നു മൂടി.
ആദിയുടെ വീട്ടിൽ വേറെ ചില നിയമങ്ങൾ കൂടി ഉണ്ടായിരുന്നു. ദീപ വിവേകിനോട് പറഞ്ഞു, ഇന്നു മുതൽ നമ്മൾ ആദ്യയോട് ഇംഗ്ലീഷിൽ മാത്രം സംസാരിക്കണം. വിവേക് അമ്പരപ്പോട് കൂടി ചോദിച്ചു, ഇപ്പോൾ തന്നെ അത് വേണോ? ഇപ്പോൾ തന്നെ തുടങ്ങണം, ദീപ പറഞ്ഞു. അതെ, ചെറുപ്പത്തിൽ തന്നെ പഠിച്ചാൽ അവൻ മുന്നിൽ തന്നെ എത്തും. അന്നു മുതൽ വീട്ടിൽ സംഭാഷണങ്ങൾ മാറി തുടങ്ങി. ആദി, ഫിനിഷ് യുവർ ഹോംവർക്ക്. ആദി, റീഡ് ദിസ് ബുക്ക്. അവൻ പലപ്പോഴും അമ്മയോട് ചോദിക്കും, അമ്മേ, ഞാൻ മലയാളത്തിൽ സംസാരിച്ചാൽ എന്താണ് പ്രശ്നം? നോ, യു മസ്റ്റ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അവൻ മിണ്ടാതെ തല കുനിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ വിവേകിന്റെയും ദീപയുടെയും ബന്ധുക്കൾ വീട്ടിൽ വരുമായിരുന്നു. കസിൻസ് കളിക്കാൻ വിളിക്കുമ്പോഴും സംസാരിക്കാൻ വിളിക്കുമ്പോഴും അവൻ എവിടെയെങ്കിലും ഒതുങ്ങി മാറി ഇരിക്കുകയായിരുന്നു ചെയ്യുന്നത്. ആദിയുടെ കസിൻസ് പറയും, ഇവൻ നമ്മളെപ്പോലൊന്നുമല്ല, അവൻ്റെതായ ലോകമുണ്ടാക്കി അതിജീവിക്കുന്നവനാണ്, വളരെ സീരിയസ് ആണ്. ഇത് കേൾക്കുമ്പോഴൊക്കെ ആദിക്ക് സങ്കടം വരാറുണ്ടായിരുന്നു. പക്ഷെ അവൻ അവരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു. സ്കൂളിൽ ആദി വളരെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു. അവനായിരുന്നു ക്ലാസ്സിൽ എന്നും ഒന്നാമൻ. ഒരു ദിവസം ക്ലാസ് ടീച്ചർ പറഞ്ഞു, ആദിത്യനാണ് ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്ക്. കുട്ടികളെല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചു. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ സന്തോഷത്തോടെ അവൻ പറഞ്ഞു, ഡാഡി, എനിക്കാണ് ക്ലാസ്സിൽ ഫസ്റ്റ്. ഗുഡ്, വിവേക് പറഞ്ഞു. ദീപ പറഞ്ഞു, അടുത്ത തവണയും ഫസ്റ്റ് റാങ്ക് വാങ്ങിയിരിക്കണം. ആദിയുടെ സന്തോഷം പതിയെ മങ്ങിപ്പോയി. അവൻ മനസ്സിൽ ചിന്തിച്ചു, അടുത്ത തവണ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരു ദിവസം സ്കൂളിൽ ഒരു പരീക്ഷ നടന്നു. ആദിക്ക് അതിലൊരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ്റെ കൈകൾ വിറച്ചു. അവൻ ഒന്ന് ചിന്തിച്ചു, ഇത് തെറ്റിപ്പോയാൽ എനിക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയില്ല. പരീക്ഷ കഴിഞ്ഞു. വീട്ടിലെത്തിയിട്ടും അവൻ്റെ മനസ്സിലെ സങ്കടവും ഭയവും മാറുന്നില്ലായിരുന്നു. ദീപ ചോദിച്ചു, എന്ത് പറ്റി മോനെ? ഇന്നത്തെ എൻ്റെ ഒരു ഉത്തരം തെറ്റിപ്പോയമ്മേ. നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ആ വാക്കുകൾ ആദിയുടെ മനസ്സിൽ ഭയമായി നിറഞ്ഞു നിന്നു. കാലം കടന്നുപോയി. ആദിയുടെ ലോകം ഇന്ന് 3 കാര്യങ്ങളിലേക്ക് ചുരുങ്ങി: പഠനം, വിജയം, മാതാപിതാക്കളുടെ പ്രതീക്ഷ. അവൻ്റെ ചുറ്റും അവർ പറഞ്ഞ ചുറ്റുമതിൽ ഇപ്പോൾ വളരെയധികം ഉയർന്നിരിക്കുന്നു. ആ മതിലിന് പുറത്തുള്ള ലോകം അവന് അന്യമായിരുന്നു. കാലം വളരെ വേഗത്തിൽ കടന്നുപോയി. ഇപ്പോൾ ആദിത്യം വളർന്നിരിക്കുന്നു. സ്കൂളിലെ മിടുക്കനായ വിദ്യാർത്ഥി ഇപ്പോൾ കോളേജ് വിദ്യാർത്ഥിയായി മാറിയിരുന്നു. പക്ഷെ ഒരു കാര്യം മാത്രം മാറിയില്ല: അവൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന അദൃശ്യമായ ചുറ്റുമതിൽ. കോളേജിൽ ചേരാനായി വിവേകിൻ്റെയും ദീപയുടെ ഒപ്പം അവൻ എത്തിയപ്പോൾ വിചിത്രമായ ഒരു ഭയം അവനുണ്ടാകുന്നു. കോളേജിന്റെ ഗേറ്റ് കടന്നപ്പോൾ ദീപ പറഞ്ഞു, മോനെ, നീ സ്കൂൾ തലങ്ങളിലെല്ലാം ഫസ്റ്റ് മേടിച്ചവനാണ്, ഇവിടെ നീ ഒന്നാമനാകണം. അവരുടെ മുഖത്തൊരു വിഷാദ ചിരി വന്നു. അവൻ ചിന്തിച്ചു, എന്നെക്കൊണ്ട് സാധിക്കുമോ? ക്ലാസ്സിലെ ആദിയുടെ ആദ്യത്തെ ദിവസം അവൻ്റെ അരികിലേക്ക് ഒരു കുട്ടി വന്നിരുന്നു. ഹായ്, എൻ്റെ പേര് രാഹുൽ. നിന്റെ പേര്? ആദിത്യൻ. രാഹുൽ വീണ്ടും നിർത്താതെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇടയ്ക്ക് അവൻ ചോദിച്ചു, നീ എന്താ അധികം സംസാരിക്കാത്തത്? ആദ്യം ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. കോളേജിൽ വെച്ച് ആദിക്ക് പുതിയൊരു അനുഭവം ഉണ്ടാകുന്നു. അവിടെ അവനേക്കാൾ മിടുക്കരായ വിദ്യാർത്ഥികൾ വേറെയും ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ വെച്ച് ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു. ആദ്യം അതിനൊരു ആൻസർ കൊടുത്തു. മറ്റൊരു വിദ്യാർത്ഥി ആ ചോദ്യത്തിന് അതിനും മികച്ചൊരു ആൻസർ കൊടുത്തു. ആദ്യം അപ്പോൾ മിണ്ടാതെ ഇരുന്നു. അവൻ ചിന്തിച്ചു, ഇവരൊക്കെ എനിക്ക് തുല്യരാണോ? വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ദീപ ചോദിച്ചു, കോളേജ് എങ്ങനെയുണ്ട്? നന്നായിരുന്നു ഡാഡി, അവിടെ എല്ലാവരും നല്ല മിടുക്കരാണ്. വിവേക് പറഞ്ഞു, അത് സാരമില്ല, നീ വീണ്ടും നന്നായിട്ട് പരിശ്രമിച്ചാൽ മതി, നിനക്ക് ഒന്നാമതെത്താൻ കഴിയും. ആ വാക്കുകൾ അവന്റെ മനസ്സിൽ സമ്മർദ്ദമായി പതിഞ്ഞു. കോളേജിലെ ആദ്യത്തെ പരീക്ഷ വന്നു. ആദ്യം എല്ലാം പഠിച്ച് തയ്യാറായിട്ടാണ് ചെന്നത്. പക്ഷേ പരീക്ഷാ ഹാളിൽ ചെന്നപ്പോൾ അവന്റെ മനസ്സൊന്ന് പകച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവറിയാം. മനസ്സ് പുകഞ്ഞു. ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടു പോകും. അവന്റെ തല ശൂന്യമായി. പരീക്ഷ കഴിഞ്ഞപ്പോൾ അവൻ മിണ്ടാതെ പുറത്തേക്ക് നടന്നു. രാഹുൽ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? കുഴപ്പമില്ലായിരുന്നു. അവൻ ആകെപ്പാടെ ആശങ്കയായി. അങ്ങനെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. കോളേജിലെ നോട്ടീസ് ബോർഡിന് മുന്നിൽ വലിയ തിരക്ക്. ആദ്യം പതുക്കെ മുന്നോട്ട് നടന്നു. അവൻ തന്റെ പേര് നോക്കി. ഒന്നാം സ്ഥാനം മറ്റൊരാളുടേത്, 3-ാം സ്ഥാനത്ത് ആദ്യം. അവൻ തകർന്ന മനസ്സോടെ അവിടെ നിന്നു. രാഹുൽ അവന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, തേർഡ് റാങ്ക് ഈസ് ഓൾസോ ഗുഡ്. ആദ്യയുടെ ചെവിയിൽ അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ദീപ ചോദിച്ചു, റിസൾട്ട് വന്നു? ആ വന്നു. നിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട്? ഞാൻ 3-ാമതാണ്. 1-ാം റാങ്ക് എന്താണ് കിട്ടാഞ്ഞത്? എനിക്കറിയില്ല. ഞാൻ പരീക്ഷ എഴുതുന്ന സമയത്ത് എന്റെ മനസ്സ് മുഴുവൻ ശൂന്യമായി. തലയ്ക്കകത്ത് ഒന്നും കയറിയില്ല. അത് സാരമില്ല, ഇനി എഴുതുമ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കണം. ആ വാക്കുകളൊക്കെ ആദിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ആ ദിവസം രാത്രി ആദിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവന്റെ മനസ്സിൽ പല പല ചോദ്യങ്ങളുണ്ടായി. ഞാൻ തോറ്റുപോകുന്നുണ്ടോ? എന്റെ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരുന്നില്ലേ? അവന്റെ മനസ്സിലൊരു വാക്ക് മാത്രം മുഴങ്ങി നിന്നു, ഞാൻ തോൽക്കാൻ പാടില്ല. അങ്ങനെ ആദിയുടെ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയായി. ഇനി ഒരു നല്ല ജോലി നേടണം.
വീണ്ടും അടുത്തൊരു ലക്ഷ്യത്തിലേക്ക് അവൻ നടന്നു. കോളേജ് ജീവിതം അവസാനിച്ചു. കോളേജിലെ അവസാന ദിവസം എല്ലാവരും സന്തോഷത്തിലായിരുന്നു. ചിലർ ഫോട്ടോകൾ എടുത്തു, ചിലർ ഭാവിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു. രാഹുൽ ആദിയുടെ തോളിൽ കൈവച്ചിട്ട് ചോദിച്ചു, ഇനി എന്താണ് നിന്റെ അടുത്ത പ്ലാൻ? മത്സര പരീക്ഷകൾ എഴുതണം. സിവിൽ സർവീസ് ആണോ ലക്ഷ്യം? അതിനു മുമ്പ് നല്ലൊരു ജോലി നേടണം. രാഹുൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ നീ നേടും, നീ എപ്പോഴും ടോപ്പറല്ലേ. ആ വാക്ക് ആദിയുടെ മനസ്സിൽ ചെറിയൊരു ഭയം ഉണ്ടാക്കി. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ വിവേക് ചോദിച്ചു, പഠനമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്താണ് അടുത്ത പ്ലാൻ? ഡാഡി, ഇനി എനിക്ക് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണം. നീ എപ്പോഴും നല്ല ഉയർന്ന മാർക്ക് വാങ്ങി ജയിക്കുന്നവനല്ലേ, അപ്പോൾ നിനക്ക് ഉയർന്ന പോസ്റ്റുള്ള ജോലി തന്നെ ലഭിക്കും. ആദ്യം ഒന്നും മിണ്ടിയില്ല. മാസങ്ങളോളമുള്ള തയ്യാറെടുപ്പിന് ശേഷം അവന്റെ ആദ്യത്തെ പരീക്ഷ എത്തി. പരീക്ഷാ കേന്ദ്രത്തിന് പുറത്ത് വലിയ തിരക്ക്. അവൻ ഹാൾ ടിക്കറ്റ് കയ്യിൽ മുറുക്കെ പിടിച്ചു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു, ശാന്തനാകൂ, നീ പാസ്സാകും. അവൻ ഹാളിൽ കയറി ചോദ്യപേപ്പർ തുറന്നു. നോക്കിയപ്പോൾ അവൻ അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ. പക്ഷെ വീണ്ടും ആ പഴയ ചിന്തകൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. എനിക്കിത് നേടാൻ സാധിക്കുമോ? അവന്റെ ഹൃദയം വേഗത്തിലിടിച്ചു. വീണ്ടും അവന്റെ മനസ്സ് ആശങ്ക കൊണ്ട് നിറഞ്ഞു. പരീക്ഷ കഴിഞ്ഞ് കാത്തിരിപ്പ് മാത്രം. അച്ഛനും അമ്മയും വീണ്ടും ചോദിച്ചു, നീ പാസ്സാകുമല്ലോ? അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് പറഞ്ഞു, അറിയില്ല. അങ്ങനെ മത്സര പരീക്ഷയുടെ ഫലം വന്നു. അവൻ പരാജയപ്പെട്ടു. അവൻ വിഷമത്തോടെ തലകുനിച്ചിരുന്നു. അവനോട് അച്ഛൻ പറഞ്ഞു, സാരമില്ല, അടുത്ത തവണ നന്നായിട്ട് ശ്രമിച്ചാൽ മതി. ആദിക്ക് താൻ പരാജയപ്പെട്ടു എന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. വീണ്ടും മറ്റൊരു പരീക്ഷ അവൻ എഴുതി. അതിലും അവൻ പരാജയപ്പെട്ടു. ആ ദിവസം രാത്രി ആദി തന്റെ മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചു, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ എല്ലായ്പ്പോഴും ഒന്നാമനായിരുന്നു, ഇപ്പോൾ എനിക്ക് ഒന്നിനും കഴിയുന്നില്ല. അവൻ കസേരയിലേക്കിരുന്നു, മുടിയിൽ പിടിച്ചു വലിച്ചു. അവന്റെ മനസ്സിലേക്ക് ഒരു സത്യം തെളിഞ്ഞു വന്നു. എന്റെ ഏറ്റവും വലിയ ശത്രു ചോദ്യപേപ്പർ അല്ല, ഉള്ളിലെ ഭയമാണ്. ആദിയുടെ ജീവിതത്തിൽ സമയം വളരെ വേഗത്തിൽ കടന്നു പോകുന്ന പോലെ തോന്നി. കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ 2 വർഷം അവൻ ചെയ്ത ഒരേ ഒരു കാര്യം മാത്രമാണ്, പരീക്ഷകൾ എഴുതുക, പരാജയം സ്വീകരിക്കുക. രാഹുൽ ഒരു സ്വകാര്യ കമ്പനി ജോലി നേടി. അവന്റെ മറ്റു സുഹൃത്തുക്കളും ജീവിതത്തിൽ മുന്നോട്ട് പോയി. പക്ഷെ ആദിയുടെ ജീവിതം മാത്രം ഒരു വൃത്തത്തിൽ കുടുങ്ങി നിന്നു. വൈകുന്നേരം വീട് വളരെ ശാന്തമായിരുന്നു. ആദി തന്റെ മുറിയിൽ നിന്ന് ബുക്ക് വായിക്കുകയായിരുന്നു. പക്ഷെ അവന്റെ കണ്ണുകൾ വരികളിൽ പതിക്കുന്നില്ല. അവൻ ബുക്കടച്ച് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കുട്ടികൾ പുറത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഓർത്തു, എന്റെ ബാല്യകാലം ഇങ്ങനെ ആയിരുന്നില്ല. അവന്റെ മനസ്സിൽ ചെറിയൊരു ശൂന്യതയുണ്ടായി. വിവേക് ഹാളിരുന്ന് പത്രം വായിക്കുകയായിരുന്നു. ആദി അച്ഛന്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഡാഡി, എന്താ മോനെ, ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടുണ്ടോ? നീ എന്താണ് അങ്ങനെ ചോദിക്കുന്നത്? ഇന്ന് വരെ ഞാനൊരു മത്സര പരീക്ഷ പോലും പാസ്സായിട്ടില്ല. വിവേക പത്രം മേശയിൽ വെച്ചു. അയാൾ ശാന്തനായി പറഞ്ഞു, ജീവിതത്തിൽ എല്ലാവർക്കും സമയം വേണം. നീ ശ്രമം നിർത്തിയിട്ടില്ലല്ലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ വാക്കുകൾ കേട്ടപ്പോൾ ആദിയുടെ കണ്ണുകൾ അല്പം നനഞ്ഞു. വീണ്ടും പരാജയപ്പെടുമോ എന്നൊരു ഭയമാണ് എനിക്ക്. വിവേക് കുറച്ചു നേരം മിണ്ടാതിരുന്നു. ഞാൻ ആദ്യം നിന്നോടൊരു കാര്യം പറയാം. ഞാൻ ചെറുപ്പത്തിൽ പല കാര്യങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട്. ഞാൻ ശ്രമം നിർത്തിയിട്ടില്ല. നീയും ശ്രമം നിർത്തരുത്. അടുത്ത ദിവസം രാവിലെ ആദ്യം മേശ തുറന്ന് അതിൽ നിന്നൊരു അഡ്മിറ്റ് കാർഡ് എടുത്തു. ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷ. അവൻ ആ പേപ്പർ കുറച്ചു നേരം നോക്കി. പിന്നീട് അവൻ മനസ്സിൽ പറഞ്ഞു, ഇതെന്റെ അവസാന ശ്രമം.